ഹലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ വീഡിയോസ് വരാത്തത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീക്ക് തീരെ വയ്യ, ഹൈ ഫീവർ ആണ് എന്നുള്ളത്. അപ്പോൾ ശ്രീ ഹൈ ഫീവർ ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അതെ, കുറച്ച് ദിവസമായി ഇപ്പോൾ അഡ്മിറ്റ് ആയിട്ട്. അവള് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ആ ഒരു സമയത്തിന് അടുപ്പിച്ചാണ് പനിയായിട്ട് ഓക്ക് വരാൻ പറ്റുന്നത്. ഒരു ദിവസം നമ്മൾ തിങ്കളാഴ്ച വരും എന്ന് പറഞ്ഞിട്ട് അന്ന് പനി ആയതുകൊണ്ട് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിട്ട് അങ്ങനെയായിരുന്നു അവള് വന്നത്. ഇതിന് മുന്നേ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീ തലേ ദിവസം വരാൻ വിചാരിച്ചതാണെന്ന്. പക്ഷെ അന്നേ പനി ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് അവിടെ നമ്മൾ ഓൾറെഡി ഡോക്ടറെ കൺസൾട്ട് ചെയ്തതാണ്. അപ്പൊ നമ്മളിങ്ങനെ അങ്ങനെ കൂടുന്നു വിചാരിച്ചിട്ടില്ല. അതെ, അവര് പറഞ്ഞു ജസ്റ്റ് നമുക്ക് മരുന്നെടുത്ത് നോക്കാം, ഓക്കെ അല്ലെങ്കിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഇങ്ങോട്ട് വരുന്ന സമയത്തും ഇവിടെ ബർത്ത്ഡേന്റെ അന്ന് രാത്രി ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ട്രാവൽ ചെയ്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഇവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ ബർത്ത്ഡേന്റെ ആ ഒരു രാത്രിത്തെ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഹൈ ഫീവറായി, ആള് പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇവിടെയല്ലേ, നമ്മള് നാട്ടിലാകുമ്പോ നമുക്ക് വീട്ടിൽ പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നിരിക്കും. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഐഡിയ ആയി വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് അന്ന് രാത്രി ഇങ്ങനെ കഞ്ഞിയൊക്കെ കൊടുത്ത് പിന്നെ ഒന്ന് സെറ്റിലായി. ഓൾറെഡി ഉള്ള മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് പിന്നെ ഒക്കെ വയ്യാണ്ടായി. അപ്പൊ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പോയപ്പം അവര് പറഞ്ഞു ഡ്രിപ്പ് ഇട്ടിട്ട് കിടക്കണം, ഇഞ്ചക്ഷനൊക്കെ തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡ്രിപ്പ് ഇട്ട് കുറെ നേരം കിടന്ന് രാവിലെ നമ്മൾ പോയതാണ്. പിന്നെ അവിടുന്ന് അവര് പറഞ്ഞു അഡ്മിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാനാണ് അവർ അഡ്മിറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ പോയി വരാം, അവർക്ക് വീട്ടിലേക്കും കുറച്ചുകൂടെ കംഫർട്ട് ഉണ്ടാവാം. അപ്പൊ ഞങ്ങൾ ഒന്ന് പോയി വരാം. അപ്പൊ കയ്യിൽ ഈ മറ്റേ ഇഞ്ചക്ഷന്റെ സാധനമൊക്കെ കുത്തിയിട്ട് ഒന്നാമത് നോക്കി ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇഞ്ചക്ഷൻ പോയിട്ട് ആ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ ബാൻഡേജ് വെക്കുക, അത് പറിച്ചെടുക്കാൻ വരെ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പൊ ഇതൊക്കെ കയ്യിൽ ഒട്ടിച്ചു വെച്ച് അതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞൊരു പൈപ്പ് പോലെ സാധനം ഇട്ടിട്ടാണ് ഇഞ്ചക്ഷൻ പോവുക. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഓളായിട്ട് ശ്രമിക്കുന്നുണ്ട് റെഡിയായി വരാന്. നമ്മൾ ഓൾറെഡി ബർത്ത്ഡേക്ക് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. ട്രിപ്പിന് പോവാൻ വരെ ഞങ്ങൾ റെഡി ആയതാണ്. അതായത് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആയത്. 1-ാം തീയതിയാണ് ഇപ്പൊ നമ്മൾ സെലിബ്രേഷൻ കഴിഞ്ഞ പിറ്റേ ദിവസം, അതായത് ആ 1-ാം തീയതി കഴിഞ്ഞ രാത്രി കഴിഞ്ഞ് പകലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അപ്പോഴേക്കും ഒക്കെ വയ്യാണ്ടായി. പിന്നെ നമ്മള് വയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഓക്ക് ഇങ്ങനെ വിഷമമുണ്ട്, ഇവളെ ബർത്ത്ഡേ ഇങ്ങനെ ആയിപ്പോയോ, അതായത് പനിയായിട്ട് അങ്ങനെ ആയിപ്പോയെന്നുള്ള വിഷമമുണ്ട്. ഓള് കാരണം എന്റെ ബർത്ത്ഡേ കൊളായോ അങ്ങനത്തെ ഒക്കെ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇത് എങ്ങനെ റെഡി ആവണമെന്നേ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുവന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുടിക്കുന്നൊക്കെ മൊത്തം ഛർദ്ദിക്കുക. അപ്പൊ അങ്ങനെ കുറെ ഇതായപ്പോ ഞങ്ങൾക്ക് പേടി എന്താ മാറാത്തെന്നുള്ളൊരു ടെൻഷനായി. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴേക്ക് പിന്നെ ഇതേപോലെ തന്നെ അധികമായി. അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ വേറെ മാറ്റി കാണിച്ചപ്പം ഒരു അഡ്മിറ്റ് ചെയ്യണം നിർബന്ധമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം. അപ്പം ഇടക്കിടക്ക് ഇങ്ങനെ ഡ്രിപ്പ് കയറ്റി കൊടുക്കണം. പിന്നെ ഇടയ്ക്ക് ഫീവർ വരും, ടെമ്പറേച്ചർ കൂടും കുറയും, അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഇപ്പൊ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല, ഇങ്ങനെ റെഡി ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല രീതിക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടും ബോഡി ടയേർഡ് ആയതിൻ്റെയും എല്ലാം കൂടായിട്ട് ഒന്നിച്ച് ഹിറ്റ് ചെയ്തതാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റെസ്റ്റ് വേണം, നല്ല രീതിയിൽ ഫുഡുകൾ കഴിക്കുക, ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, അങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് റിക്കവർ ആയി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ആ രീതിയിലാട്ടോ ഇപ്പോൾ കൊണ്ടു കൊടുക്കുന്നത്. കാര്യം നമുക്ക് അവിടുന്ന് ക്യാൻറ്റീന്ന് ഒരു ദിവസം നമ്മൾ രാവിലത്തത് മാത്രം ക്യാൻറ്റീന്ന് കഴിച്ച് ബാക്കിയൊക്കെ ഞങ്ങൾ ഉച്ചക്കത്തും വൈകുന്നേരത്തേക്കും ഇടനേരം കഴിക്കാനുള്ളതും ഇടക്കിടക്ക് ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കവറ് നിറയെ കുറെ സാധനങ്ങളുണ്ട്. കുഞ്ഞു പാത്രത്തിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. 2 കവറുണ്ട്. ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഓരോരോ നേരത്തെ ഒരു 1.5 മണിക്കൂർ ഗ്യാപ്പ്, 2 മണിക്കൂർ ഗ്യാപ്പൊക്കെ ഇട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുത്ത് ഹൈഡ്രേറ്റഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം ഡിസ്ചാർജ് ആയി വരാം. ഞങ്ങളും വേഗം ഡിസ്ചാർജ് ആയി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങൾക്ക് ഓളില്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഞങ്ങളും 2 പേര് മാത്രമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഞങ്ങൾ 2 പേരും വൈബാന്ന്. പക്ഷെ ഓളവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വൈബാവാൻ പറ്റുള്ളൂ. അതല്ലാതെ ഓളവിടെ ഇല്ല. അതിലിപ്പോ നമ്മളെ കൂട്ടത്തില് ഒരാള് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു തരത്തിലൊരു വൈബ് ഉണ്ടാവില്ല. ഞങ്ങളെല്ലാരും ഒപ്പരുള്ളപ്പോഴാണ് ഞങ്ങൾക്ക് ആ ഒരു വൈബ് വരാം. അപ്പൊ ഓരൊക്കെ എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ചിലപ്പം അടിപൊളിയാക്കി എടുക്കും. ഇവളേതായ രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഞാൻ കുറെ കിടന്നുറങ്ങും, ഞാൻ ഇന്റേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഒന്ന് ജസ്റ്റ് പോവും. പറ്റുന്ന സമയത്ത് ഞങ്ങൾ പോവും.
പിന്നെ നമ്മുടെ റുട്ടീൻ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കിടക്കുകയാണ്. അപ്പം ഇനിയിപ്പം ശ്രീ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉഷാറുള്ളൂ. അതെ, അപ്പൊ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. അപ്പൊ ശ്രീ വന്നു കഴിഞ്ഞാലാണ് ഞങ്ങളെ മൊത്തം ഒന്ന് സെറ്റ് ആവുള്ളൂ. അപ്പൊ ഞങ്ങള് ഇവിടെ ശ്രീ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ രാത്രി കഥ പറഞ്ഞിരിക്കണം, പാട്ട് പാടാം, അങ്ങനെയൊക്കെ. ഇവിടുത്തെ വ്ളോഗ് തന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഇവിടുത്തെ രീതിയിലുള്ള കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതിങ്ങനെ ആയിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ശക്തമായി തിരിച്ചു വരും. അപ്പൊ നമ്മള് ഫുഡും സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി ഞങ്ങളതായ രീതിയിൽ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സല്ലു പിന്നെ അവിടെയാണ്, ശ്രീന്റെ മമ്മി വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ നമ്മള് രാവിലെ തന്നെ എണീച്ച് 5 നേരത്തെ എണീറ്റ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത്. അപ്പൊ നമ്മള് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് രണ്ടാളും കൂടി തന്നെ മാക്സിമം ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ ഓളെ എങ്ങനെയെങ്കിലൊക്കെ ഞങ്ങളെ തിരിച്ചു വരാൻ. അതെ, ഞങ്ങളെ കൊണ്ട് ഇപ്പൊ കഴിയുന്നതാണ്. അപ്പൊ ഞങ്ങള് മാക്സിമം ട്രൈ ചെയ്തിട്ട് അവളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. ഇനി പോയിട്ട് കുറച്ച് ഞങ്ങളിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുക, ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ രീതിയിൽ നല്ല ഉഷാറില് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതെ. അപ്പൊ നമുക്ക് പോവാം, ഇറങ്ങാം. ഗൈസ്, ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്കും അഞ്ചിത ഒരുവിധം ഫുഡുകളൊക്കെ അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എണീക്കാൻ 9:30 5 8:15 എണീച്ചിട്ടുണ്ട് ഗൈസ്. 8:15 8:30 എണീറ്റിട്ടുണ്ട്. ഇവിടെ ഇതാ ശ്രീക്ക് ഇഷ്ടമുള്ള സോയാബീനും സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ജസ്റ്റ് മസാല ആക്കി വെച്ചിട്ടുള്ളൂ. ഇനി അതിന് കറി ആക്കണം, പിന്നെ ചോറ് ഉണ്ടാക്കണം, പിന്നെ മമ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പേരി ആക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കോഴിമുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റാഗി കാച്ചിക്കൊണ്ടിരിക്കുകയാണ്, ഓട്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓള് അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും കഴിക്കില്ല. പിന്നെ കഞ്ഞി പോലെ അങ്ങനെയൊക്കെ കുറച്ച് ഒരു 6 മീലൊക്കെ ആയിട്ട് കഴിക്കാനാണ് പറഞ്ഞത് ഡോക്ടർ. അപ്പം ഇങ്ങനത്തെ നല്ല നല്ല സാധനങ്ങളൊക്കെ വേണ്ടി ചെല്ലുമ്പോൾ പെട്ടെന്ന് റെഡി ആവല്ലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങള് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു 11:30-12 മണിയാകുമ്പോഴത്തേക്ക് ചെല്ലും. അപ്പൊ ആദ്യം ഓട്സ് കുടിച്ച്, പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച്, പിന്നെ റാഗി എന്തെങ്കിലും കുടിച്ച്, അങ്ങനെ പോയിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ലെവലിലാണ് ഇപ്പൊ 2-3 ദിവസമായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ സല്ലു പറഞ്ഞ അവിടെ ഈ അധികം എണ്ണ ഉള്ളതൊന്നും പറ്റില്ല. അപ്പം പറഞ്ഞു ഇഡ്ഡലി വാങ്ങിയിട്ട് കൊടുക്കുക. നമുക്ക് ഇവിടെ അതിനുള്ള സെറ്റപ്പും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ ആയി വരുന്നല്ലേ. ഓരോന്നാണ് ഇതിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തോണ്ട്. പിന്നെ കറണ്ട് ഒക്കെ പോയി കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് പണി പാടും. അതുകൊണ്ട് മാക്സിമം വേഗം പണികൾ തീർത്ത് കഴിഞ്ഞാല് സമാധാനത്തിൽ ആ ഒരു കറക്റ്റ് സമയത്തിന് ഓളെടുത്ത് എത്തിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് വേഗം ഓരോന്നായിട്ട് ചെയ്യാനാണ് കേട്ടോ. അതെ, ഇവിടെ ഇതാ 5 ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്പിള്, നാരങ്ങ, കിവി, പിന്നെ നട്ട്സ് ഉണ്ട്, 2 പഴം വെച്ചിട്ടുണ്ട്, കുക്കുംബർ, ക്യാരറ്റ്. പിന്നെ അവിടെ മമ്മി ഉണ്ട് കേട്ടോ. പിന്നെ അതാ 3 എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ മമ്പയർ പുഴുങ്ങി വെച്ചതാണ്. ഇത് ഉപ്പേരി ആക്കി കൊടുക്കണം. എന്താ വെച്ചാല് ധാന്യങ്ങളൊക്കെ കുറച്ച് നല്ല കഴിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ റാഗി ആണെങ്കിലും നല്ലതാണ്. പിന്നെ ഓട്സ് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഓട്സ് നല്ലതാണ്. പിന്നെ ഈ ഉപ്പേരിയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ബീട്രൂട്ട്, അതൊക്കെയാണ് കുറച്ചും കൂടെ നല്ല പഴങ്ങളും പച്ചക്കറികളും. അത് മാത്രമാണ് ഇപ്പൊ കഴിക്കാൻ വേണ്ടി പറഞ്ഞത്. പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, അപ്പൊ ജ്യൂസുകൾ കുടിക്കുക, അതൊക്കെ. പിന്നെ അവിടെ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ തന്നെ കുറെയൊക്കെ സെറ്റ് ആക്കും. പിന്നെ ഇന്ന് നാരങ്ങ നമുക്ക് കളിക്കിട്ട് കൊണ്ടുപോകാം. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇളനീര് വാങ്ങിയിട്ട് കുട്ടിയിൽ വാങ്ങിയിട്ട് അങ്ങനെ കൊണ്ടുപോകലൊക്കെ. അതെ. പിന്നെ ഇവിടെ റാഗി ഇതാ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റാഗിയൊക്കെ അങ്ങനെ നിർബന്ധിച്ചാൽ മാത്രമേ കുടിക്കുള്ളൂ. ഓള് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, ഓള് ഭയങ്കര ഇങ്ങനെ എന്താണ് പിക്ക് ചെയ്തിട്ടേ കഴിക്കുള്ളൂ. ഇന്നതേ കഴിക്കൂ എന്നാണ്. അപ്പൊ ഇതൊക്കെ ഇനിയാണ് കുറച്ച് പേടിയുള്ളത്. അപ്പൊ ഞാനിങ്ങനെ എന്താണ് ശ്രീ കഴിക്കുന്നൊക്കെ കഴിച്ചേ പറ്റൂന്നൊക്കെ പറഞ്ഞാല് ആടി ഞാൻ കഴിക്കാതായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും, കുറച്ച് സമയം എടുത്തിട്ടാ കഴിക്കുക. അപ്പൊ അടുത്തൊരു മീലാവുമ്പത്തേക്ക് പിന്നെയും സമയം കഴിക്കും. അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം വലിയ കുഴപ്പമില്ല. അരി ഇതാവുന്ന വെള്ളത്തിൽ ലാസ്റ്റ് മാത്രമേ ചോറുണ്ടാക്കുന്ന പരിപാടി. അതെ, ഇവിടെ ഓട്സ് ഓൾറെഡി കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമ്മളിതാ മമ്പയർ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. മമ്പയർ ഉപ്പേരി ശ്രീക്ക് ഇഷ്ടം തോന്നുന്നു അല്ലേ? മമ്പയർ ചെറുപയറൊക്കെ കഞ്ഞിയൊക്കെ കുടിക്കുന്ന സമയത്തൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടം. ചിലപ്പോൾ ഇതിപ്പോൾ കഞ്ഞിയായിട്ട് കഴിക്കട്ടോ കുടിക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ ചോറാക്കിയിട്ട് കഞ്ഞിവെള്ളം കൊണ്ടുപോകേണ്ടി വരും. അതെല്ലാം കഞ്ഞി പറയുന്നത് കഞ്ഞി കുടിക്കണം എന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് ചോറ് കുറേ നേരം വലിപ്പിച്ച് ഇരുന്ന് അങ്ങനെ കുറേ സമയം എടുത്ത് കഴിച്ചത്. അപ്പോഴത്തേക്കും ഇന്നൊരു സമയം കഴിയും. ചവച്ചൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയല്ല, ബുദ്ധിമുട്ടാണ്. ഈ വയ്യാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ലിക്വിഡായിട്ട് എന്തെങ്കിലും കഴിക്കാനാണല്ലോ തോന്നുക. പക്ഷേ എന്താ സംഭവിച്ചാൽ കഞ്ഞി കുടിക്കുമ്പോൾ വേറെ ഒന്നും കാര്യമായിട്ട് കഴിക്കില്ല.
ഇതാണ് സമയത്ത് ചോറിൻ്റെ കൂടെ ഇന്നലെ ഇപ്പോൾ പരിപ്പ് കറി ആക്കി. അപ്പോൾ അത് പോയി, അതിൻ്റെ കൂടെ ഉപ്പേരി കൂട്ടി, അതിൻ്റെ കൂടെ കോഴിമുട്ട കഴിച്ച്, പിന്നെ ഈ കട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിച്ചു. അതാകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കും. കഞ്ഞി ആ സമയത്ത് ഓട് വെറുതെ കഞ്ഞീൻ്റെ വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. അതാണ്. അപ്പം അതിനെ കൊണ്ടാണ് ചോറ് വന്നത്. അമ്പയർ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ട് ഇതാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, പാത്രങ്ങളൊന്നും ഇവിടെ അത്ര ഒരുപാടൊന്നുമില്ല ഗൈസ് ഞങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പാത്രത്തിൽ പാർസലിൻ്റെ പാത്രം വാങ്ങിയിട്ട് അതിലാണ് നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത്രയും വേവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്തതാണ് ശ്രീക്കും ഇഷ്ടം, കഴിക്കാനും എളുപ്പം. പിന്നെ അവിടെ എല്ലാം ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ മുമ്പേ. അപ്പോൾ അത് ഇങ്ങനെ വേവിച്ച് കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിക്കുക. അതായത് തലേ ദിവസത്തെ അത് ഇങ്ങനെ പോരെ അങ്ങനെ പോരെ എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാക്കുക. ഇതുണ്ടോ ഇവിടെ എഴുതി വെക്കും. ഇതിപ്പോൾ ഇന്നലെ എഴുതി വെച്ചതാണ്. ഫ്രൂട്ട്സ് കട്ട് ചെയ്യേണ്ടത്, വെജിറ്റബിളിൻ്റെത്, പിന്നെ ചെറുപയറുപ്പേരി, പരിപ്പ് കറി, ചോറ്, ഓട്സ്, എഗ്ഗ് ബോയിൽ, റാഗി ഫോർ സല്ലു, അത് പ്രത്യേകിച്ച് പറഞ്ഞതാണ്. പിന്നെ ഇന്നത്തേതാണ് ഇതൊക്കെ. ഇതിൽ ഒരുവിധമൊക്കെ സെറ്റായിട്ടോ. ഇനിയിപ്പം നമുക്ക് സോയാബീൻ പൊരിക്കണം. അത് മമ്മി സല്ലു അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചോറുണ്ടാക്കാനുള്ളൂ. ബാക്കി നമ്മളെ പണികളൊക്കെ ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അതെ, ശ്രീക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഫുഡുകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങളും അങ്ങനത്തെ ഫുഡുകൾ തന്നെയാണ് കഴിക്കുന്നത് ഗൈസ്. ഞങ്ങളും രാവിലെ ഓട്സ് ആണ് കഴിക്കുന്നത്. പിന്നെ കുറച്ച് റിലാക്സേഷന് വേണ്ടിയിട്ട് അഞ്ചിത് അവിടെ കോഫി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പാല് വയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ കറണ്ട് പോയി. അയ്യോ പെട്ട് ഇനി ചോറാണെങ്കിൽ കുറെ സമയം എടുക്കും. ഇപ്പൊ തന്നെ 10:30 ആവാനായിട്ടോ. അതെ, ഇതാ ഇവിടെ സോയാബീൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ സോയാബീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതും കൂടെ കഴിഞ്ഞ് ചോറും കൂടെ വെക്കാനുള്ള പണിയുള്ളതിന് കൈസ്. അപ്പോഴാണ് കറണ്ട് പോയത്. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി കുടിക്കാൻ സമാധാനത്തിൽ വിചാരിച്ചാണ്. സമാധാനം പോയി കിട്ടി. കോഫി കുടിക്കാം. ഇവിടെ പാലില്ലേ കൈസ്. അപ്പൊ അതുകൊണ്ട് നമ്മള് പാൽപ്പൊടിയിലാണ് അങ്ങനെ ചോറ് റെഡി ആയി ഗൈസ്. ചോറ് 2 പാത്രത്തിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഞ്ഞിവെള്ളം ഈ പാത്രത്തിൽ കഞ്ഞിവെള്ളം സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് ചോറ് വെക്കാൻ തോന്നുകയാണെങ്കിൽ ചോറ് വെച്ചിട്ട് വെച്ചത്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഇളനീര് വാങ്ങാൻ നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ഇളനിയൊക്കെ വാങ്ങി ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബോട്ടിൽ നിറച്ച് വാങ്ങിയിട്ടുണ്ട്. മാക്സിമം അവളെ കൊണ്ട് കുടിപ്പിക്കണം. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ നമ്മളെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നാമത് വരാറില്ല. കാര്യം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അറിയിക്കാറ് തന്നെയുള്ളൂ. ഇങ്ങനത്തെ വീഡിയോസായിട്ട് നമ്മൾ ഇടാറില്ല. പക്ഷെ ഒരുപാട് പേര് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലാതെ ഇൻസ്റ്റഗ്രാം ത്രൂ ചോദിക്കുന്നുണ്ട്, യൂട്യൂബ് കമൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത്, വീഡിയോസ് എന്താ വരാത്തതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ ഇടാൻ ഉഴപ്പാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിൽ ഞങ്ങൾ അത് വിട്ട് കളയാണ് എന്ന് വിചാരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത്. കാര്യം അറിയാത്തവര് മെസ്സേജ് അയച്ചു എന്ത് പറ്റും നിങ്ങൾക്ക് എന്താ വീഡിയോസ് കാണാത്തത് എന്ന് പറഞ്ഞിട്ട്. അതെ, കുറെ പേര് അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടല്ല, നമ്മളെ സാഹചര്യം അതാണ് എന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ കുറെ പേര് മെസ്സേജ് അയച്ചു ശ്രീ ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ശ്രീ ചേച്ചിക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞങ്ങളിപ്പോ അവിടെ എത്തും. അവിടെ എത്തിയിട്ട് ശ്രീനെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കുക. ഹായ്, ശ്രീനെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ശ്രീ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട്. അതെ, വേഗം ഉയർത്തെഴുന്നേറ്റ് വരണം. ആഗ്രഹമുണ്ട്, പക്ഷേ അവിടെ എണീച്ച് 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ പിന്നെയും പ്രശ്നമാണ്. കിടന്നുകൊണ്ടിരിക്കുക. ഞങ്ങള് വന്നത് കുറച്ച് ഉഷാറായി എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റ്. ഇന്നലെ ഉഷാറുണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ചു ഇന്ന് ഞങ്ങള് വരുന്ന സമയത്ത് ഇങ്ങനെ എണീറ്റ് നടക്കാം, മുടിയൊക്കെ റെഡിയാക്കാം. ഇപ്പൊ പിന്നെ എന്താണ് ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മാറി മാറി ക്ഷീണം എന്തായാലും ഉണ്ടാവും. 2 ആഴ്ച എന്തായാലും ക്ഷീണം ഉണ്ടാവും.
ക്ഷീണം മാറ്റാനുള്ള വഴി എന്ന് പറയുന്നതാണ് ഇളനീര്. കവറുകളുമായി വന്നത്. അതിനി കഴിക്കുക. അതിനിപ്പോ ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിപ്പിക്കും. ഇന്നത്തെ ഫുൾ തീർന്നില്ലേ? ഫുൾ തീർന്നിട്ടൊന്നുമില്ല, ഇവിടെ കാര്യമായിട്ട് കഴിക്കുന്നൊന്നുമില്ല. ഇന്നലത്തെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒന്നും കഴിക്കില്ല. അതല്ല, ഇത്ര വലിയ പാത്രം നിറയെ ഫ്രൂട്ട്സ് ഉണ്ട്. ഞാൻ അല്ല അതെന്താ വെച്ചാൽ ഇന്നത്തെ റൊട്ടീൻ തന്നെ ഇതിച്ചുണ്ട്. 2 ഇഡ്ഡലി, 1 ഗ്ലാസ് ഓട്സ്, കരിക്ക് വെള്ളം 1 ഗ്ലാസ് ഓട്സ്. പിന്നെ കുടിച്ചില്ല. ആ 1.5 ഗ്ലാസ് നോട്ട് ദ പോയിന്റ്. 1.5 ഗ്ലാസ് കഴിച്ച് പിന്നെ റൈസും വെജിറ്റബിൾസും ഒക്കെ കഴിച്ച് അതും കാര്യമായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല, പകുതി കഴിച്ചില്ല. പിന്നെ ചെറുപയർ അത് പിന്നെ കരിക്ക് വെള്ളം ഞാൻ 1 ഗ്ലാസ് കൂടെ കൊടുത്തു. പിന്നെ ഓറസ് പിന്നെ കഞ്ഞി കുടിച്ചത്. പിന്നെ ഓറസ് കൊടുത്ത് കഞ്ഞി കൊടുത്തു. പോരാ പോരാ ശ്രീ പോളിങ് പോരാ. രാത്രി പിന്നെ കഞ്ഞി കൊടുത്ത് പിന്നെ കുറച്ചുകൂടെ ഓറസ് കൊടുത്ത്. അത് ശരി. അപ്പൊ ഓക്കെ. ക്ഷീണം തന്നെയാണ്. അത് ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. മരുന്ന് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കല്ലേ. രാവിലെ ഫുഡ് കഴിച്ചിട്ട് 2ാമത്തതാണ് കഴിച്ചത്. ഇത് ഫ്രൂട്ട്സ് കഴിച്ചു. ഒക്കെ 3ാമത്തത്. ഇത് കുടിച്ചിട്ട് വേണം ഓട്സ് കുടിക്കണമെങ്കിൽ. ഡോക്ടർ പറഞ്ഞാണ് കുറച്ചായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി കൊടുക്കണം, പിന്നെ ഫുഡും കുറച്ചായിട്ട് കൊടുക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞു. അതെ, അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നത്. ഒക്കെ ഞങ്ങൾ അവരോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം കുത്തി. ആദ്യം ഈ കയ്യിലായിരുന്നു. അതെ, ഫസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടുന്നേനു ഈ സാധനം വെച്ചത്. പിന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോ അത് മാറ്റിയിട്ട് ഇവിടെ വെച്ച്. ഇത് ഇവിടെ അഡ്മിറ്റ് ആയപ്പോ വെച്ചത്. അന്നേക്ക് 3ാമത്തെ ദിവസം ഇത് അങ്ങോട്ട് മാറ്റണം, പക്ഷെ അവള് സമ്മതിക്കുന്നില്ല. വേദന ഉണ്ടാവും, പക്ഷെ അത് ബൾജായി കഴിഞ്ഞ വിഷയല്ലേ, അതുകൊണ്ടാ. ഒരു ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ ചെയ്യാം. അവള് പറയുന്ന അതിലപ്പുറത്തോട്ടില്ല. ബൈസ്റ്റാൻഡർ ഓട്സ് കഴിച്ചോണ്ടിരിക്കുക. ബൈസ്റ്റാൻഡർക്ക് ക്യാൻറ്റീനിൽ ഫുഡ് പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മളെന്തെങ്കിലും കൊണ്ടുവന്നാലേ തിന്നു. ഇപ്പം നമ്മൾ ഫാർമസിയിൽ പോയിട്ട് മരുന്നിനുള്ള ബില്ലടിച്ച് വരികയാണ് ഗൈസ്. ആ കവറിന്ന് കാണിച്ച് ഇത് നിറയെ ഇഞ്ചക്ഷനുള്ള സാധനമാണ് ഗൈസ്. എന്താവും അറിയില്ല. എങ്ങനെ സഹിക്കും ഈ ഇത്രയും ഇഞ്ചക്ഷൻ ഒന്നും യാതൊരു ഐഡിയ ഇല്ല ഗൈസ്. ഇപ്പോൾ കാക്ക വീട്ടിലേക്ക് പോയിട്ടുണ്ട് കുളിച്ച് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കാക്ക വരുന്നവരെ ഇവിടെ നിൽക്കും, ഫുഡൊക്കെ കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് കാക്ക വന്നിട്ട് നമ്മൾ തിരിച്ചു പോകുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. ശ്രീജി കഞ്ഞി മതി എന്ന് പറഞ്ഞ ഗൈസ്, അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് കഞ്ഞിയാക്കി കൊടുക്കാണ് കേട്ടോ. കഞ്ഞി ഉപ്പേരി ഒക്കെ കൊടുക്കാം. പിന്നെ നമുക്ക് മറ്റേ കുക്കുമ്പറൊക്കെ ഇഷ്ടമാണ്, അതൊക്കെ പിന്നെ സാവധാനം കഴിച്ചോട്ടെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നാമത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നൂല. പിന്നെ വയ്യാണ്ടും കൂടി നമുക്ക് പറ്റില്ല. കുടിച്ച് കൊടുത്തല്ലേ പറ്റുള്ളൂ. നേരത്തെ ആകെ വന്ന് ആ ഓട്സ് കഴിച്ച് പക്ഷെ നമുക്ക് വേണ്ടാന്നാണ്. പക്ഷെ കൊടുത്തേ പറ്റൂ, കഴിച്ചേ പറ്റൂ, അതാണ്. കഞ്ഞി ഇതവിടെ ഉണ്ട്. പിന്നെ ഇതാ മമ്പയർ, സോയാബീൻ, കോഴിമുട്ട ഒക്കെ ഇഷ്ടമുള്ള സാധനങ്ങളാണ്. കഴിച്ചോ കഴിച്ചോ. അല്ലെങ്കിൽ ഒക്കെ കഞ്ഞി മമ്പയർ ഇഷ്ടല്ലേ? പിന്നെന്താ ഇഷ്ടം? വീട്ടിൽ നമ്മൾ കഴിക്കല്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ചെറുപയർ, മമ്പയർ, കടല അതൊക്കെ ഇഷ്ടം. കടലവർഗ്ഗങ്ങൾ മമ്പയറും ഇഷ്ടാന്നുള്ള ഒരു ഇതിലായിട്ട് നാളെ കടല. കുഴപ്പമില്ല, സോയാബീൻ ഉണ്ട്, ഇനിയും തരാം. പക്ഷെ ഇങ്ങനെ കടിച്ചോണ്ടെന്നെ ശരിയാവട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. കഞ്ഞി കൊടുത്ത് ഇത്രയും ചോറ് ബാക്കിയുണ്ട്. ആ കഞ്ഞിവെള്ളം മാത്രം കുറച്ച് കുടിച്ച്. കോഴിമുട്ട അങ്ങനെയുണ്ട്, ഇത് അങ്ങനെയുണ്ട്. ഇവിടെ ഉപ്പേരിയായിരുന്നു, ആ ഏരിയ തന്നെ ക്ലിയർ ചെയ്തിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടല്ല. എന്നിട്ട് ഈ ഫ്രൂട്ട്സ് വെച്ചിരുന്ന് തിന്നാൻ കൊടുക്കുന്നതിന് കരയുന്ന ഒരാളെ കണ്ടിക്കണോ ഗൈസ്? ഇപ്പൊ കരഞ്ഞിട്ടുള്ളൂ തിന്നാൻ കൊടുക്കുന്നതിന്. തിന്നാൻ പറ്റാത്തോണ്ടാണ്, പക്ഷെ സാരമില്ല, പറ്റുന്ന പോലെയൊക്കെ കഴിക്കും. സാരമില്ല. അങ്ങനെ പോരാളി ഫ്രൂട്ട്സ് തിന്നാൻ തുടങ്ങിയ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഫ്രൂട്ട്സ് തിന്നാൻ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ആൽമണ്ടും ആപ്പിളും തിന്നാം. ഒരു ദിവസത്തിന് മാക്സിമം 3-4 തവണക്കേ ഫുഡ് കഴിക്കുള്ളൂ.
ഞാനിപ്പോ 12 കൂടുതലായി കഴിച്ചു. 12 കൂടുതലൊന്നുമല്ല. മാക്സിമം പോയാൽ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാല് ഇടയ്ക്കിടയ്ക്കായിട്ട് മീൽസ് എടുക്കുക. അതായത് ഒരു 6 to ഒരു 7, 8 ആ ഒരു ലെവലില്. ഞങ്ങളിവിടെ ഗൂഗിൾ ചെയ്ത് എന്തൊക്കെ പറ്റില്ലെന്ന് നോക്കി ലിസ്റ്റ് ഇട്ട് ആ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. അപ്പൊ അത് വിചാരിച്ചില്ല കുറച്ചും കൂടെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. ഞങ്ങളിപ്പോ പോവാണ് ഗൈസ് വീട്ടിലേക്ക്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. സമയം ഇപ്പം ഉണ്ടോ 4 മണി, 4:09. അപ്പം ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. കാക്ക വന്നിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ പറ്റുകയാണെങ്കിൽ രാത്രി വരാം. ഓക്കെ, കഞ്ഞി എന്ന് പറഞ്ഞ രാത്രി അതെ അതെ അതെ.